ഇവിടെ പോവാത്തവരായി ആരും കാണില്ല. ഇത് ഏതാ സ്ഥലമെന്നറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുമോ? ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ കൂടെ കൂട്ടണേ. ഇത് നമ്മുടെ പാളയം പള്ളി, തിരുവനന്തപുരം അതിരൂപതയുടെ ഭാഗമായ റോമൻ കാത്തലിക് ലാറ്റിൻ റീത്ത് കത്തീഡ്രൽ. പാളയം പള്ളി സെൻറ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ. ആദ്യത്തെ പള്ളി 1873 നിർമ്മിക്കപ്പെട്ടു. 1912 കുരിശിൻ്റെ രൂപത്തിലാണ് പള്ളി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. ഗോതിക് ശൈലിയിലുള്ള മുൻഭാഗവും മണിഗോപുരവും ഉൾപ്പെടെ വിപുലീകരണത്തിൻ്റെ അവസാന ഘട്ടം 1927 പൂർത്തിയായി. 1937 ജൂലൈ 1 തിരുവനന്തപുരം രൂപത പുതിയതായി രൂപീകരിക്കപ്പെട്ടു. സെൻറ് ജോസഫ് പള്ളി പുതിയതായി രൂപീകരിച്ച രൂപതയുടെ കത്തീഡ്രലായി മാറി. 2004 രൂപത ഒരു മെട്രോപൊളിറ്റൻ അതിരൂപതയായി ഉയർത്തപ്പെട്ടപ്പോൾ കത്തീഡ്രൽ ഒരു മെട്രോപൊളിറ്റൻ കത്തീഡ്രലായി മാറി. കത്തീഡ്രലിൻ്റെ മുൻഭാഗത്ത് മധ്യത്തിൽ ശിശു യേശുവിനൊപ്പം നിൽക്കുന്ന രക്ഷാധികാരി സെൻറ് ജോസഫിൻ്റെ പ്രതിമയും ഗോപുരത്തിന് മുകളിൽ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ പ്രതിമയുണ്ട്. വെളുത്ത നിറത്തിലുള്ള പള്ളി 1927 മുതൽ 2010 വരെ ചുവപ്പ് പെയിൻ്റ് അടിച്ചു. 2008 മുതൽ ഇപ്പോൾ വരെയും വെള്ള നിറത്തിലാണ് നമുക്ക് ദേവാലയം കാണാൻ സാധിക്കുന്നത്. ഏതൊരു ദേവാലയത്തിൽ ചെന്നാലും പള്ളിയിൽ കയറി മുട്ടുകുത്തി നമ്മൾ ആദ്യമായി അവിടുത്തെ ഈശോയോട് നോക്കി പറയുന്ന 3 ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു തരും. അങ്ങനെ സാധിച്ചു തന്നവരുണ്ടോ? എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ആഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ ദേവാലയത്തിൽ എപ്പോഴും കുർബാനയുണ്ട്. എപ്പോൾ ചെന്നാലും ഇതിൻ്റെ കവാടങ്ങൾ അടച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. രാത്രിയല്ലാതെ ഈ കവാടങ്ങൾ അടയ്ക്കാറില്ല. ഈ ദേവാലയത്തിൽ എപ്പോഴും കവാടങ്ങൾ തുറന്നു തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. ഒത്തിരി ആളുകൾ അടുത്ത ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ, മാർക്കറ്റിനടുത്ത ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആളുകളുള്ള ഒരു ദേവാലയമാണ് കേട്ടോ. ഞങ്ങൾ ഈ ദേവാലയത്തിൽ കൂടുതലായും പോകുന്നത് വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാൾ സമയത്താണ്. അത് എനിക്ക് പണ്ട് മുതലേയുള്ള ശീലമാണ് കഴന്നെടുക്കുക എന്ന്. ഇപ്പോൾ ഞാൻ മോളെയും കൊണ്ട് കഴന്നെടുപ്പിക്കാറുണ്ട് സെബസ്റ്റ്യാനോസിൻ്റെ നാമത്തിൽ. അതിനുവേണ്ടി മിക്കപ്പോഴും ജനുവരി മാസം ഞാൻ ഈ ദേവാലയത്തിൽ പോകാറുണ്ട്. പോകാൻ പറ്റാതെ ഇതുവരെയും വന്നിട്ടില്ല പിതാവിൻ്റെ സഹായത്താൽ. ഈ ദേവാലയത്തിൽ പോകാത്തവരായി ആരെങ്കിലുമുണ്ടോ? പാളയം മാർക്കറ്റിനോട് ചേർന്ന് അതായതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഈ ദേവാലയത്തിൽ കയറിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ദേവാലയത്തിൽ പോകാതെ ആരും തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളവർ പോകാറേ ഇല്ല. പോകാത്തവർ കമൻറ്റായി പറയണേ, പോയിട്ടുള്ളവരും പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പാളയമെന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് മുസ്ലിം പള്ളിയും അമ്പലവും ക്രിസ്ത്യൻ ദേവാലയവും ഒരുപോലെയുള്ള ആ സ്ഥലമല്ലേ? അങ്ങനെയാണ് പാളയത്തിനെ കേരളക്കര ഒന്നാകെ അറിയുന്നത്. മതസൗഹാർദ്ദമുള്ള സ്ഥലം. അമ്പലത്തിലെ വഴിപാടുകളും പൂജകളും മുസ്ലിം പള്ളിയിലെ ബാങ്ക് വിളിയും ക്രിസ്ത്യൻ ദേവാലയത്തിലെ മണിയടിയും എല്ലാം ഒരേതുപോലെ ഒരേ സമയത്ത് നടക്കുന്ന ഒരു ദേവാലയം. 3ഉം കൂടെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമുണ്ട് കേട്ടോ. അത് കേട്ടിട്ടുള്ളവർ കമൻറ്റായി പറയണേ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കാണാനും കേൾക്കാൻ വേണ്ടി അതിമനോഹരമാണത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അല്ലേ? ഇത് പള്ളിയോട് ചേർന്നുള്ള കുരിശടി, വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടിയാണ് കേട്ടോ. അവിടെ ഒത്തിരി അധികം ആളുകൾ തുണി നേർച്ചയായിട്ട് കൊടുക്കുന്നുണ്ട്. മാതാവിന് സാരി അങ്ങനെ ഓരോന്നും നേർച്ചയായിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി വേളാങ്കണ്ണി മാതാവ് എന്താഗ്രഹിച്ചാലും എന്ത് പറഞ്ഞാലും നമുക്കത് സാധിച്ചു തരാനുണ്ട്. അന്തോണിയോസ് പിതാവ്. ഒത്തിരി വിശുദ്ധന്മാരുള്ള ഒരു ദേവാലയമാണ് പാളയം. ഈ ദേവാലയത്തിൽ പോയിട്ടുള്ളവരൊക്കെയും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുതേ. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ, 3ഉം ഒരു ഫ്രെയിമിൽ. പള്ളിയും അമ്പലവും, 2 പള്ളിയും അമ്പലവും ഒരേ ഫ്രെയിമിൽ കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം, മനസ്സിനൊരു കുളിർമ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണേ.
അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.